ഓം നമോ ഭഗവതേ വാസുദേവായ. ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകൾ. ഗോകുലത്തിൽ കണ്ണൻ വളർന്ന് മെല്ലെ മെല്ലെ നടക്കുന്ന പ്രായമായി. എല്ലാവർക്കും എന്ത് സന്തോഷമാണെന്നോ. യശോദ കണ്ണനെ കുളിപ്പിച്ച് മഞ്ഞപ്പൊട്ടുടുപ്പിച്ചു. പിന്നെ കഴുത്തിൽ മാലയണിയിച്ചു, തോൾവള ചാർത്തി, തലയിൽ പീലി വെച്ചു, അരയിൽ കിങ്ങിണി ചാർത്തി. ഇങ്ങനെയുള്ള ആഭരണങ്ങളെല്ലാം അണിയിച്ചു. നെറ്റിയിൽ തിലകം ചാർത്തി, കണ്ണുകളിൽ അഞ്ജനമെഴുതി. ഈ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ യശോദയ്ക്ക് തന്നെ ഒരു സംശയം. എന്താണെന്നോ, എൻ്റെ ഉണ്ണി എന്തൊരഴകാണ്, എൻ്റെ കണ്ണു തന്നെ കുട്ടിക്ക് തട്ടും എന്ന്. അതുകൊണ്ട് അഞ്ജനമെടുത്ത് കവിളിലും കാലിലുമെല്ലാം പൊട്ടുകുത്തി. പിന്നീട് ഉണ്ണിക്ക് പാൽ കൊടുത്ത് ഇരുത്തി. എന്നിട്ട് യശോദ പശുക്കളുടെ അടുത്തേക്ക് പാല് കറന്നെടുക്കാനായി പോയി. അപ്പോഴതാ കണ്ണൻ മെല്ലെ പിച്ചവെച്ച് നടന്ന് വാതിലിനടുത്ത് നിൽക്കുകയാണ്. എന്തിനാണെന്നോ, അമ്മ കറന്നെടുക്കുന്ന ചൂടുപാൽ കുടിക്കാൻ വേണ്ടി. കണ്ണൻ്റെ എല്ലാ കുറുമ്പിനും കൂടെ കൂടുന്നത് ആരാണെന്നറിയാമോ? ജ്യേഷ്ഠൻ ബലരാമനാണ്. അമ്മമാർ പാൽ കറക്കാൻ പശുക്കളുടെ അടുത്തേക്ക് പാത്രവുമായി പോകുമ്പോൾ ഉണ്ണികൾ എന്തു ചെയ്യുമെന്നറിയാമോ? പശുക്കുട്ടികളുടെ വാലുകൾ കൂട്ടിപ്പിടിച്ച് അതിൽ തൂങ്ങും. പാവം പശുക്കുട്ടികൾ പേടിച്ചോടിത്തുടങ്ങും. പശുക്കുട്ടികളുടെ പിന്നാലെ രാമനും കൃഷ്ണനും പോകും. പശുക്കുട്ടികൾക്ക് സന്തോഷമാവും. അവരും രാമകൃഷ്ണന്മാരുടെ കൂടെ കളിക്കാൻ തുടങ്ങും. പിന്നെ ചില ദിവസങ്ങളിൽ പശുക്കുട്ടികളെയെല്ലാം അഴിച്ചുവിടും. അമ്മമാർ പാൽ കറക്കാൻ പോയാൽ പാലുണ്ടാവില്ല. പശുക്കുട്ടികൾ കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്മമാർ വന്ന് രാമകൃഷ്ണന്മാരെ ശകാരിക്കുമ്പോൾ എന്തു ചെയ്യുമെന്നറിയണ്ടേ? ഞങ്ങളെ ശകാരിച്ചല്ലേ, ഞങ്ങൾ എന്തു ചെയ്യുന്നത് എന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞ് പാൽക്കലവും തൈരുകലവും പൊട്ടിച്ചിടും. പാലും തൈരുമെല്ലാം വീട് മുഴുവനും പരന്നിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്ത് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന മട്ടിൽ ഒരു ഭാഗത്ത് പോയി ഇരിക്കും. അമ്മമാർ വന്ന് നോക്കുമ്പോൾ പാലും തൈരുമെല്ലാം താഴെ കിടക്കുന്നുണ്ടാവും. പക്ഷേ അമ്മമാർക്കറിയാം ഇത് ചെയ്തത് കൃഷ്ണനാണ് എന്ന്. എങ്കിലും അമ്മമാർ കുട്ടികളെ ശാസിക്കില്ല. പകരം അവരെ മടിയിലിരുത്തി, എന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ നല്ല കുട്ടികളല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. രാമകൃഷ്ണന്മാർ ഇങ്ങനെ കുറുമ്പുകൾ ചെയ്യുന്നെന്ന് പറഞ്ഞ് മക്കളെ നിങ്ങളാരും ഇതുപോലെ ചെയ്യരുത് കേട്ടോ. രാമകൃഷ്ണന്മാർ ഭഗവാന്മാരാണ്. നമ്മൾ പാവം മനുഷ്യരല്ലേ. ഭഗവാന്മാർക്ക് നശിപ്പിക്കാനും ഉണ്ടാക്കാനും അറിയാം. നമ്മൾക്ക് അതൊന്നും അറിയില്ലല്ലോ. മക്കൾക്കുറക്കം വരുന്നുണ്ടല്ലേ. കഥ ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. പോയി ഉറങ്ങിക്കോളൂ എല്ലാവരും. ഇനി അടുത്ത ദിവസം പറയാം. സർവം കൃഷ്ണാർപ്പണമസ്തു.